ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും എൻ്റെ അടുക്കള വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. 2-3 ദിവസം ഞാൻ എന്തെല്ലോ തട്ടിക്കുട്ട കുക്കിംഗ് വീഡിയോ ആയി ഇട്ടത് മടിയായിരുന്നു ഈ ഡേ മൈ ലൈഫൊക്കെ എടുക്കാൻ. പ്രധാന കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താ പറ്റിയത്. മടി പിടിച്ചാൽ പിന്നെ വീഡിയോ എടുക്കലെല്ലാം എന്താ പറയുക, നമുക്ക് തോന്നില്ല ഇത് ചെയ്യാനൊന്നും. പിന്നെ ഒരു മാറ്റം ഇല്ല ഡോളറിനൊന്നും വിചാരിച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മോള് സമ്മതിക്കുന്നില്ല, അവളും ഇപ്പോൾ ഭയങ്കര വാശിയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഈ 3 മാന്ത, വലിയ മാന്തയാണ് കിട്ടിയത്. ഇതിനാണെങ്കിൽ ഒടുക്കത്തെ പൈസയും. 3 മാന്തക്ക് 100 രൂപ. വേണ്ടാന്ന് പറയണമെന്ന് ആദ്യം തോന്നിയത്. പിന്നെ മീൻ ഈ വഴിക്ക് വരാറില്ല ഇപ്പം. എന്താ പറയുക, നല്ല മഴ ആയതുകൊണ്ട് മീൻകാരൊന്നും ഇങ്ങോട്ട് വരാറേ ഇല്ല. അപ്പോൾ 3 വാങ്ങി. ഞാനും അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് അത് പ്രശ്നമില്ല. പിന്നെ മോള് ഭക്ഷണമാണ്, ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളായതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ മീൻ ക്ലീൻ ചെയ്തെടുക്കട്ടെ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെല്ലോ ബബ്ബ വരുന്നുണ്ട്. പിന്നെ രാവിലെ തൊട്ടേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല പണി കിട്ടിയിട്ടാണ് എഴുന്നേറ്റ്. കുടിവെള്ളം മുട്ടിപ്പോയ ഒരു ദിവസമായിരുന്നു. എന്താ പറ്റിയെന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എൻ്റെ തമ്പനയിലെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം കിണറ്റിലെന്തോ പണി കിട്ടിയിട്ടുണ്ട് എന്ന്. മഴയായതുകൊണ്ട് കിണർ വറ്റിക്കാനും പറ്റില്ല. ഒരാകെ പെട്ടുപോയ അവസ്ഥയായിപ്പോയി. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈപ്പ് വീഡിയോ എനിക്ക് എടുക്കാനും തോന്നാത്തത്. അപ്പോൾ മീനൊക്കെ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായാലും കറി വെക്കാനും പൊരിക്കാനും ഉണ്ടാവില്ല, രണ്ടിനും എന്തായാലും തികയില്ല മീൻ. അപ്പോൾ എന്തായാലും ഇത് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മാന്ത പൊരിക്കാൻ, നമ്മളിവിടെ മാന്ത എന്നാണ് പറയുക. നിങ്ങളെ സ്ഥലത്ത് എന്താ പറയുകയെന്ന്, മാന്തൾ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറി, പച്ചക്കറി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അധികം ഡെക്കറേഷനൊന്നും ഈ പൊരിക്കുന്നതിൽ ഞാൻ ചെയ്യുന്നില്ല. മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് 3 കൂടി ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ പൊരിക്കുമ്പോൾ ഇവിടെ വാഴയിലയിലാണ് പൊരിക്കുക. കല്ലിൽ നേരിട്ടിട്ട് വെക്കൂല. അപ്പോഴിന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ മാംസമെല്ലാം അതിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വാഴയില പൊരിക്കുക. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇലയിൽ പൊരിക്കുമ്പോൾ. പിന്നെ വെളിച്ചെണ്ണേൻ്റെ അളവും കുറവേ വേണ്ടു. പിന്നെ ഈ പൊരിച്ച അവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം ഒരു ഉപ്പേരി ഉണ്ടാക്കാം. 2 പച്ചക്കായ ഉണ്ട്, അതിനെക്കൊണ്ട് വേഗം ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം. പിന്നെ ഒരു ഒഴിച്ചു കറിയും കൂടി വേണം. അപ്പോൾ പച്ചക്കായെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു വലിയ ഉള്ളി ചെറുതായി കുനുകുന അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ചിലർ അരപ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പക്ഷേ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. വറവ്, ഉപ്പേരി എന്നും പറയില്ല, വറവ് ഉണ്ടാക്കുക ഇങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസിലൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനിയിപ്പോൾ തയ്യാറാക്കി വെച്ച നമ്മളെ പച്ചക്കായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പച്ചക്കായി വേവാൻ വേണ്ടിയിട്ട് ചിലർ വെള്ളമൊന്നും ഒഴിക്കില്ല, ഞങ്ങൾ ഒഴിക്കും. അപ്പോൾ കുറച്ച് വെള്ളം അതിലേക്ക് വേവാൻ ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിനി കറി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പും മുരിങ്ങക്കായും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് എനിക്കിഷ്ടമാണ്. അപ്പോൾ പരിപ്പ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുരിങ്ങക്കായ് ഒരുമിച്ചിട്ട് വേവിക്കില്ല. മുരിങ്ങക്കായ്ക്ക് അത്ര വലിയ
എന്താ പറയുക, വേവ് ആവശ്യമില്ലല്ലോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും മാത്രമാണ് ആദ്യം പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് അത് വേവാൻ ആവശ്യമായ വെള്ളവും പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഉപ്പും കൂടി ചേർക്കുന്നുണ്ടോ പരിപ്പ് വേവിക്കുമ്പോൾ. ഇനി ഒരു 3-4 വിസിൽ കൊണ്ട് അത് വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് മുരിങ്ങാക്കായി ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കായി ഇട്ടിട്ട് പിന്നെ അധികം വിസിലൊന്നും വരുത്തണ്ട. ഒരു വിസിൽ വരുന്നതിനെക്കാട്ടും മുമ്പിട്ട് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. മുരിങ്ങക്കായും പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങയിൽ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകവും കൂടി ചേർത്ത് അരച്ചതാണ് മുരിങ്ങക്കായിൻ്റെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അരക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ് അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ കറി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, പിന്നെ ഈ കറി ഒന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഇത് മൂന്നുമാണ് താളിച്ചെടുക്കാനാണ് ഞാൻ എടുത്തത്, കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ നടുക്ക് ഞാനൊന്ന് പപ്പടവും കൂടി കാച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പപ്പടം കാച്ചാനെല്ലാം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, സ്കിപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ചെറിയ ഉള്ളി ഇങ്ങനെ എന്താ പറയുക, കടുക് താളിച്ചിടുമ്പോൾ ഇടാറില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ മീനിലൊന്നും വറവിടില്ല, പച്ചക്കറിയിൽ മാത്രമേ ഇങ്ങനെ ചെയ്യൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കണ്ടോ, പച്ചക്കറി ഉണ്ട്, വറവുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്. ഇനി എന്ത് വേണം അല്ലേ? അപ്പോൾ ഒരാളെ ഞാൻ കാണിച്ചു തരാം. കുറേ സമയമായി എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് കരയുന്നു, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് ചെയ്യുന്ന നിങ്ങളെ പിന്നെയും കമൻ്റ് ഇടുമ്പോൾ എനിക്കത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. ആളുടെ അച്ഛനത് കുറച്ച് വിഷമമാണ്, എന്നെപ്പോലെ അല്ല എന്ന് പറയുമ്പോൾ, ആളെപ്പോലെ അല്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ കിണറ്റിൽ എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. കിണറ്റിൽ ഒരു പൂച്ച അങ്ങ് എടുത്ത് ചാടി. പൂച്ചക്ക് ആത്മഹത്യ ചെയ്യാൻ എൻ്റെ കിണറേ കണ്ടുള്ളൂ, എൻ്റെ വീട്ടിലെ കിണറ്. ഇപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ മഴ പെയ്യുന്ന സമയവും. ഞാൻ ആ പൂച്ചേനെ കാണിച്ചു തരാം. എന്തായാലും പൂച്ച ചത്തിട്ടൊന്നുമില്ല, കിണറ്റിൽ ചാടിയ പൂച്ച ജീവനോടെ ഉണ്ട്. ഞങ്ങൾ എന്താ പറയുക, ബക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടും അത് കയറുന്നൊന്നുമില്ല. കൊട്ട പോലത്തെ ബക്കറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് കയറുന്നൊന്നുമില്ല. പിന്നെ അമ്മേൻ്റെ മാവൻ്റെ മോനും അവരെ ഫ്രണ്ടും വന്നിട്ട് വൈകുന്നേരം എടുക്കുകയും ചെയ്തേ. കാണുന്നുണ്ടോ പൂച്ചേനെ? അവിടെ ഉണ്ട്. അതുകൊണ്ട് വെള്ളമെല്ലാം 2-3 ദിവസം പുറത്തുള്ള അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് എടുത്ത്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ മുതൽ നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലായ്പ്പോഴും പറയും, വരാറില്ല എന്നേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.